ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾ ഈശ്വരനെ വിളിച്ചാൽ അല്ലെങ്കിൽ എന്തു പ്രാർത്ഥന ചെയ്താലും എന്തു വഴിപാട് ചെയ്താലും 100% ആ ഈശ്വരൻ്റെ അല്ലെ ആ ദേവതയുടെ അനുഗ്രഹം കിട്ടുവാനും ആ കാര്യം സാധിച്ചു കിട്ടാനും ഉപകരിക്കും. ഈ പറയുന്ന ഒരു കാര്യം ചെയ്തിട്ട് വഴിപാട് ചെയ്താലും മന്ത്രം ചൊല്ലിയാലും എല്ലാം ആ കാര്യം സാധിച്ചു കിട്ടും എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു വിദ്യയാണ് പറഞ്ഞു തരുന്നത്. അതിനിഗൂഢമായ ഗുപ്തമായ ഋഷീശ്വരന്മാരെ അല്ലെങ്കിൽ ശൈവസിദ്ധന്മാരൊക്കെ ചെയ്തിരുന്ന ഒരു വിദ്യ പറഞ്ഞു തരാൻ പോകുന്നത്. ഇതാരും പറഞ്ഞു തരത്തില്ല, ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല ഇതുപോലെ. ഇനിയിപ്പോഴത്തെ കാര്യം എനിക്കറിയത്തില്ല, എൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ചിലപ്പോൾ പലരും പറയില്ലോ എന്ന് എനിക്കറിയത്തില്ല. ഇതുപോലെ ആരും പറഞ്ഞു തന്നിട്ടില്ല, അങ്ങനെ ആരും പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങളത് അറിയുക, നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. ഉറപ്പായിട്ടും എന്ത് വഴിപാട് ചെയ്താലും പ്രാർത്ഥന ചെയ്താലും ഈ കാര്യം ചെയ്തിട്ട് വഴിപാട് ചെയ്യുക, അല്ലെ പ്രാർത്ഥന ചെയ്യുക, അല്ലെ മന്ത്രം ചൊല്ലുക, ഉറപ്പായിട്ടും അതിൻ്റെ ബലം കിട്ടാൻ വേണ്ടി ഉപകരിക്കും. അങ്ങനെയുള്ള അതീവ രഹസ്യമായ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ശിവനോളം പഴക്കമുള്ള ശിവയോഗിമാർ ഉപയോഗിച്ചിരുന്ന ആ ഗുപ്തവിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നല്ല വിദ്യയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണം എന്ന ഒരു പ്രാർത്ഥനയിലാണിത് പറഞ്ഞു തരുന്നത്. എല്ലാവരുടെയും ജീവിതം മാറണം, എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകണം എന്ന ആ പൂർണ്ണമായും ആ ഒരു ചിന്തയിലാണിത് പറഞ്ഞു തരുന്നത്. പരമേശ്വരൻ്റെ പാദങ്ങളിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ഒരു അറിവ് നിങ്ങൾ കേട്ട് കഴിഞ്ഞ്, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുമ്പോൾ മറ്റുള്ള ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുകയോ പറഞ്ഞു കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാവരിലേക്ക് ഇത് എത്തട്ടെ, എല്ലാവരുടെയും ജീവിതം മാറട്ടെ. ശിവോഹം. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. അറ്റവും മൂലം കണ്ടിട്ട് ഒന്നും ചെയ്യരുത്. എൻ്റെ നല്ല ആരുടെ വീഡിയോ ആണെങ്കിലും ഒരു കാര്യം ഒരാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെയാണ് ചെയ്യാൻ പറയുന്നത്, അത് മുഴുവൻ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാവുള്ളൂ. അതിനുള്ളൊരു ക്ഷമ കാണിക്കണം. വീഡിയോ മുഴുവനും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായി ഈ ഒരു കാര്യം ചെയ്തിട്ട് വഴിപാട് ചെയ്താൽ ആ കാര്യം സാധിച്ചു കിട്ടും. ഈ ഒരു കാര്യം ചെയ്തിട്ട് മന്ത്രം ചൊല്ലിയാലും ആ കാര്യം സാധിച്ചു കിട്ടും. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുകയാണ്. എല്ലാവരും പരമേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി ഈ വിഷയത്തിലേക്ക് വരികയാണ്. കാലാകാലങ്ങളായിട്ട്, അതായത് മനുഷ്യനുള്ള കാലം മുതൽ മനുഷ്യനുള്ള ഒരു പ്രശ്നമാണ്. അവൻ പ്രാർത്ഥനകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ വഴിപാടുകൾ ചെയ്യുന്നു. ചിലർക്ക് ബലം കിട്ടും, ചിലർക്ക് ബലം കിട്ടുന്നില്ല. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം മനുഷ്യൻ്റെ ഉള്ളിൽ, മനുഷ്യനുണ്ടായപ്പം തൊട്ടുള്ള കാലം തൊട്ട് മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. അല്ലെ അവൻ്റെ ഉള്ളിൽ ഈശ്വര ചിന്ത ഉണ്ടായ കാലം തൊട്ട് ഈ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ദേവനായിക്കോട്ടെ, അല്ലെ ദേവി ആയിക്കോട്ടെ, അല്ലെ ഒരു ഗുരു ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ശിവനായിക്കോട്ടെ, കൃഷ്ണനായിക്കോട്ടെ, മുരുകനായിക്കോട്ടെ, ഭദ്രകാളി ആയിക്കോട്ടെ, നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ദേവൻ അല്ലെ ദേവി ആരുമായിക്കോട്ടെ, ആ ഒരു ദേവതയെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, നിങ്ങൾക്ക് കൂടുതൽ ഫലങ്ങൾ പെട്ടെന്ന് കിട്ടിയിട്ടുള്ള, നിങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ കിട്ടിയിട്ടുള്ള ആ ഒരു ദേവതയെ, ആ ദേവതയുടെ ചിത്രം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കണം. മനസ്സിൽ ചിന്തിച്ച് നിങ്ങൾ ഈ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഈ ദേവതയുടെ മുഖം, ആ ദേവതയുടെ ചിത്രം മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം. അത് വെച്ച് റോഡിൽ കൂടെ നടക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നും ചിന്തിക്കേണ്ട. ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ, സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴും ഒക്കെ ഇത് അങ്ങനെ ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോഴൊക്കെ ഇതെപ്പോഴും ആ ദേവതയുടെ ചിത്രം മാത്രം മനസ്സിൽ കാണുക. ഇപ്പോൾ ശിവനാണ് ശിവൻ്റെ ശിവലിംഗം ദർശനം, ഭഗവാനെ ശിവലിംഗ രൂപത്തിൽ കാണുക. കൃഷ്ണനാണ് കൃഷ്ണനെ, ആ കൃഷ്ണൻ്റെ രൂപം മനസ്സിൽ കാണുക. നിങ്ങൾക്കിഷ്ടമുള്ള ദേവനെ അല്ല ദേവിയെ, ഭദ്രകാളി, ഏത് ദേവനോ ദേവിയോ ഗുരുവോ ആരും ആയിക്കൊള്ളട്ടെ. അപ്പോൾ ആ ദേവതയെ ആ ഈശ്വരനെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ മനസ്സിൽ കാണുക. നിങ്ങൾ മന്ത്രമൊന്നും ജപിക്കണ്ട, മനസ്സിൽ കാണുക. നിങ്ങൾ ഒരു കാര്യവും അങ്ങോട്ട് ആവശ്യപ്പെടേണ്ട. നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ എപ്പോഴും ആ രൂപം മനസ്സിൽ ഇങ്ങനെ കാണുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഇത് നിങ്ങൾ എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേ ഇത് ചെയ്തോളുക.
ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ടല്ല, ഒരു 3 മാസം ഏകദേശമാകുമ്പോൾ തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. ചിലർക്ക് ഒരു 2 മാസം കഴിയുമ്പോൾ തൊട്ടേ മാറ്റം ഉണ്ടായി തുടങ്ങും, ചിലർക്ക് 3 മാസം കഴിയുമ്പോൾ തൊട്ടേ. അതൊരു കണക്കാണ്. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് ജോലി ചെയ്യുമ്പോഴും ഒക്കെ മനസ്സിൽ ചിന്തിക്കാം. അതിനകത്തൊന്നും കുഴപ്പമില്ല. എന്നുവെച്ചാൽ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ മനസ്സിൽ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ നമ്മൾ കൂടുതൽ നേരം ഈ ആ ദേവൻ്റെ അല്ലെ ദേവിയുടെ ചിത്രം മനസ്സിൽ വരണം. അതിലാണ് അതിൻ്റെ കാര്യം. കൂടുതൽ സമയം നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പം അല്ലെ ഫ്രീ ആയിട്ടിരിക്കുമ്പം മതി. എന്നുവെച്ചാൽ നിങ്ങളുടെ മറ്റു പ്രവർത്തനങ്ങളെ ബാധിക്കരുത്. ജോലി ചെയ്യുമ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ജോലിയാണെങ്കിൽ ആ സമയത്ത് ചെയ്യണ്ട. അല്ലാതെ നമുക്കിപ്പോൾ ജോലി ചെയ്തുകൊണ്ട് ആ രൂപം ചിന്തിച്ചുകൊണ്ട് ചെയ്യാവുന്ന ജോലിയാണെങ്കിൽ അപ്പം ചിന്തിക്കുക. പിന്നെ ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴൊക്കെ നമ്മളെപ്പോഴും നടക്കുകയോ റോഡിൽ കൂടെ നടക്കുകയൊന്നും അല്ലല്ലോ, നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുകയൊക്കെ ആയിരിക്കില്ല. അപ്പോഴൊക്കെ ഇത് നമ്മൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴൊന്നും വേണ്ട. നമുക്ക് സ്വസ്ഥമായിട്ട് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മറ്റു പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴൊക്കെ ഒരു ദേവൻ്റെ അല്ലെങ്കിൽ ഒരു ദേവിയുടെ മാത്രം ചിത്രം മനസ്സിൽ എപ്പോഴും ഇങ്ങനെ കാണുക. വേറൊന്നും ചെയ്യണ്ട. ഇതൊരു 3 മാസമായി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. ഇത് ഒരു ഗുപ്തവിദ്യയാണ്. അതായത് ഗുരു ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്ന ഗുപ്തവിദ്യയാണ്. ഞാനീ പറഞ്ഞു തരുന്നത് ആ സദാശിവനിൽ തുടങ്ങിയ ആ ശിവപരമ്പരയുടെ ആ ഗുരു പരമ്പരയുടെ ആ ഒരു രഹസ്യ വിദ്യകളാണ്. നമ്മളൊക്കെ ആ പരമ്പരയിൽ നിന്ന് വന്നവർ തന്നെയാണ്. എല്ലാവർക്കും ശിവജ്ഞാനം കൊടുക്കുവാൻ വേണ്ടി ഭഗവാന്റെ ആ ഇച്ഛപ്രകാരം ഭൂമിയിലേക്ക് ആ വന്ന ഗുരുപരമ്പരയുടെ ഭാഗം തന്നെയാണ് നമ്മൾ. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് വേറെ ആർക്കും ഇത് പറഞ്ഞു തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. കാരണം ആ ഭഗവാന്റെ ആദി സിദ്ധ പരമ്പരയുടെ ഭാഗമാണ് നമ്മൾ. അപ്പോൾ ആ ഗുപ്തവിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് വേറെ ഒരിടത്തും ആരും നിങ്ങൾക്ക് തരത്തില്ല. ഞാൻ തരുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ഭഗവാനെ അറിയണം. നിങ്ങളുടെ എല്ലാം ജീവിതം മാറണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈശ്വരനെ ചിന്തിക്കണം. നിങ്ങൾക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരിക്കലും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെടാറില്ല, ആരുടെയും സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. അതാണ് എൻ്റെ ആ ശിവവിദ്യ എന്ന് പറഞ്ഞത്. എല്ലാവർക്കും അവരവരുടെ സ്വാതന്ത്ര്യപ്രകാരം ചെയ്യാം. അതാണ് ആ സ്വാതന്ത്ര്യം ഈശ്വരനാണ്. അപ്പോൾ ഈ വിദ്യയുടെ പുറകിലുള്ള ഒരു രഹസ്യം കൂടെ ഞാൻ പറയുന്നുണ്ട്. എന്നിട്ടേ ഇത് ചെയ്യാവുള്ളൂ. അറ്റമൂലം കേട്ടിട്ടൊന്നും ചെയ്യരുത് കേട്ടോ. ഒരു കാര്യം മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ, എന്നാലേ അത് ബലം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒരു ദേവതയുടെ അല്ലെ ഒരു ദേവൻ്റെ ചിത്രം, ആ ഇമേജ്, ആ രൂപം, ആ ചിത്രം മനസ്സിൽ എപ്പോഴും ചിന്തിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ദേവതയുമായി താദാത്മ്യം പ്രാപിക്കും. മനസ്സിലാകുന്നുണ്ടോ? എനർജിയെ ആകർഷിക്കും. എല്ലാം സൂക്ഷ്മതലത്തിൽ എനർജി തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ദേവതയുടെ നമ്മളിലുള്ള ആ ബോധം, എനർജി, അത് ആ ദേവതാ ചൈതന്യവുമായിട്ട് താദാത്മ്യം പ്രാപിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. അതിന് നിങ്ങളുടെ അനുവാദം വേണ്ട, ആരുടെ അനുവാദം വേണ്ട. പ്രപഞ്ചത്തിന് ചില സത്യങ്ങളുണ്ട്, പ്രപഞ്ച നിയമങ്ങളുണ്ട്. അതനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്താൽ ആ കാര്യം സംഭവിച്ചിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പം നിങ്ങളൊരു സ്വപ്നം കാണുന്നു, നിങ്ങളുടെ മനസ്സ് എവിടെല്ലാം പോകുന്നു, നിങ്ങളുടെ അനുവാദം വേണ്ട. വിത്തൗട്ട് യുവർ പെർമിഷൻ, വിത്തൗട്ട് യുവർ കൺസെൻറ്റ്, ബോധം അല്ലെ മനസ്സ് ഉറങ്ങുമ്പോൾ എവിടെയെല്ലാം സഞ്ചരിക്കുന്നു. നമ്മുടെ അനുവാദം വേണ്ടതിന്. മനസ്സ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളുടെ അനുമതിയോട് കൂടിയാണെന്ന് ചിന്തിക്കരുത്. നമ്മുടെ അനുവാദമില്ലാതെ മനസ്സ് എവിടെല്ലാം സഞ്ചരിക്കുന്നു. അതാണ് മനസ്സിൻ്റെ ഒരു കളി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു ദേവതയെ നിരന്തരം ചിത്രം ചിന്തിച്ചു കഴിയും. മന്ത്രം ഒന്നും ജപിക്കണ്ട, വെറുതെ ചിന്തിച്ചാൽ മതി. ഈ വിദ്യ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. നമ്മൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും വീട്ടിൽ മന്ത്രം ജപിക്കുകയൊക്കെ ചെയ്യാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ വിദ്യ ചെയ്യുമ്പോൾ ഈ ചിത്രം, ആ ദേവതയുടെ രൂപം മാത്രം മനസ്സിലെപ്പോഴും കാണുക. അപ്പം ഈ വിദ്യ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് രാവിലെ ചെയ്യുന്ന പ്രാർത്ഥനകൾ ചെയ്യാം, മന്ത്രങ്ങൾ ചെയ്യാം, ക്ഷേത്രത്തിൽ പോയി അതൊക്കെ ചെയ്യാം. പക്ഷെ കൂടുതൽ സമയവും ഈ വിദ്യ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, നിങ്ങളുടെ മറ്റു പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ചെയ്യുക.
സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുമ്പം. അപ്പോൾ നിങ്ങൾ ആ ദേവതയുമായി നിങ്ങൾ താതാത്മ്യം പ്രാപിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പ്രപഞ്ചം പ്രവർത്തിക്കും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ അനുവാദമൊന്നും അവിടെ വേണ്ട. പ്രപഞ്ചബോധവും നിങ്ങളുടെ ഉള്ളിലെ ബോധവുമായിട്ട് പ്രപഞ്ചബോധമാകുന്ന ആ ചൈതന്യവും ആ ഈശ്വരൻ, ശിവനാണെങ്കിലും വിഷ്ണുവാണെങ്കിലും എല്ലാം ആ ഒരു പ്രപഞ്ചബോധം തന്നെയാണ്, ഈശ്വരന്മാരാണ്. അപ്പോൾ ആ ഈശ്വരീയ ബോധവുമായി നിങ്ങളുടെ ഉള്ളിലെ ബോധം താതാത്മ്യം പ്രാപിച്ചു കഴിയുമ്പോൾ ആ ദേവതയുടെ ഗുണങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആകും. നിങ്ങളിലേക്ക് ആ ഗുണങ്ങൾ ഉണ്ടായി തുടങ്ങും. അപ്പോൾ ആ ദേവതകളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നന്മ, സന്തോഷം, ഐശ്വര്യം, ഉയർച്ച. ആ ഈശ്വരീയമായ ആ ഉയർച്ചകൾ, ഈശ്വരീയമായ സദ്ഗതികൾ, എല്ലാ കാര്യത്തിലും വിജയം, മനഃശുദ്ധി, ശുദ്ധമായ ബോധമായി തീരും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ശുദ്ധബോധമായി കഴിയുമ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന, പിന്നീട് ഏത് കാര്യം ചിന്തിച്ചാൽ അത് പ്രപഞ്ചം നടത്തി തരും. ശൂന്യമായൊരു ബോധത്തിൽ, ശുദ്ധമായൊരു ബോധത്തിൽ മനസ്സെത്തി കഴിയുമ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെ പ്രപഞ്ചം നമുക്ക് നടത്തി തരും. അതുകൊണ്ടാണ് ഈ വിദ്യ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രാർത്ഥനകളായിക്കോട്ടെ, അവരുടെ ചിന്തകളായിക്കോട്ടെ, അവരെ പിന്നെ ചെയ്യുന്ന വഴിപാടുകളായിക്കോട്ടെ ഒക്കെ സാധിച്ചു കിട്ടുമെന്ന് പറയുന്നതിൻ്റെ കാര്യം, മനസ്സ് ഒരു പ്രത്യേകമായ ശുദ്ധബോധത്തിലേക്ക് വരും. അപ്പോഴേ ഏത് കാര്യവും ആ ഈശ്വരീയമായ കാര്യങ്ങൾ, ആ നമ്മളുടെ പ്രാർത്ഥനകളായിക്കോട്ടെ, ക്ഷേത്രത്തിൽ ചെയ്യുന്ന വഴിപാടുകളായിക്കോട്ടെ, ചൊല്ലുന്ന മന്ത്രങ്ങളായിക്കോട്ടെ ഒക്കെ ഫലം ലഭിക്കുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു രഹസ്യം. ഇനിയും 2-3 കാര്യങ്ങളുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ ഒരു കാര്യം കാണുന്നു, കേൾക്കുന്നു, സംസാരിക്കുന്നു ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സും വെളിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന കാര്യത്തിൻ്റെ പുറകെ, കേൾക്കുന്ന കാര്യത്തിൻ്റെ പുറകെ, സംസാരിക്കുന്ന കാര്യത്തിൻ്റെ പുറകെ, ചിന്തിക്കുന്ന കാര്യത്തിൻ്റെ പുറകെ മനസ്സ് സ്കാറ്ററായിരിക്കുക, ചെതറിപ്പോവുകയാണ്. ചെതറിപ്പോകുന്ന മനസ്സ്, അതായത് നമ്മുടെ കോൺസെൻട്രേഷൻ അവിടെ നമുക്ക് കിട്ടുന്നില്ല. മനസ്സിലായോ? നമ്മൾ ഒരുപാട് ടോക്കറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് അധികം സംസാരിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. നമ്മൾ കൂടുതൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നു, അധികം ചിന്തിക്കരുത്, ഓവർ തിങ്കിങ് പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിൻ്റെ ശ്രദ്ധ സ്കാറ്റർ ചെയ്ത് പോവുക, ചെതറിപ്പോവുകയാണ്. അപ്പോൾ ഈ ഏകാഗ്രമായ മനസ്സിന് ശക്തിയുള്ളൂ, ചെതറിപ്പോകുന്ന മനസ്സിന് വളരെ തുച്ഛമായ ശക്തിയുള്ളൂ. ആ മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രാർത്ഥനകൾ എത്രമാത്രം ഫലം കാണും, ആ മനസ്സുകൊണ്ട് ചെയ്യുന്ന വഴിപാടുകൾ എത്രമാത്രം ഫലം കാണും, ആ മനസ്സുകൊണ്ട് ചെയ്യുന്ന തൊഴിൽ എത്രമാത്രം അവർ വിജയിക്കാൻ പറ്റും, ആ മനസ്സുകൊണ്ടൊരു കുടുംബജീവിതം മുന്നോട്ട് പോകണം, എത്രമാത്രം ആ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എല്ലാ കാര്യങ്ങളിലും ആ ഒരു പരാജയങ്ങൾ ഉണ്ടാകുന്നതാണ്. മനസ്സ് ഏകാഗ്രമാകാൻ, മനസ്സിലേക്ക് ഒരു ചിന്ത, ഒരു ചിത്രം നിരന്തരം കൊണ്ടുവന്ന് കഴിയുമ്പോൾ മനസ്സിന് അതൊരു ശീലമാകും ഒരു കാര്യത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കാൻ. അപ്പോൾ ആ ഒരു ചിത്രത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ മനസ്സിന് ക്രമേണ 1 ദിവസമോ 2 ദിവസമോ ചെയ്തുകൊണ്ടല്ല, ഗ്രാജ്വലി ക്രമേണ മനസ്സിനായി ഏകാഗ്രതാ ബോധം കൈവരും. ഈ ഏകാഗ്രതയെക്കുറിച്ച് വളരെ ഒരു പ്രധാനമായ കാര്യമാണ്. അപ്പോൾ ഏകാഗ്രമായ മനസ്സിന് ശക്തിയുള്ളൂ, അല്ലാതെ മനസ്സിനൊന്നും ആ ഒരു ശക്തിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ പലപ്പോഴും പ്രാർത്ഥനകൾ ബലം കാണാൻ പോകുന്നത്. അല്ലൊരു വഴിപാട് ചെയ്യുമ്പോഴും അതിൻ്റെ പുറകിൽ ഒരു ചിന്തയുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അതൊക്കെ ബലം കാണാതെ പോകുന്നതിൻ്റെ കാര്യം മനസ്സിന് ഏകാഗ്രത ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി മറ്റൊരു കാര്യം, ഒരു ചിന്ത തന്നെ അല്ലെങ്കിൽ ഒരു ചിത്രം തന്നെ മനസ്സിൽ എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ റിപ്പീറ്റായിട്ട് ചിന്തിക്കുമ്പോൾ അത് നമ്മളുടെ മനസ്സിലേക്ക് ട്രാൻസ്ഫർ ആകും. അതായത് മനസ്സിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്, അതിലേക്ക് ആ ഒരു ചിന്ത എത്തും. അപ്പം ആ ഒരു ചിന്ത, ഏത് ഈശ്വരനായിക്കോട്ടെ, ആ ഒരു ചിത്രം ആ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിയാൽ ആ ദേവതയുടെ ഗുണങ്ങൾ നമ്മളിലേക്ക് അപ്പോൾ തന്നെ ലഭിച്ചു തുടങ്ങും. അതാണ് അതിൻ്റെ ഒരു രഹസ്യം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഇതിൻ്റെ രഹസ്യം. ഇത് മഹാശൈവ സിദ്ധന്മാരൊക്കെ ഇങ്ങനെ ചില വിദ്യകൾ അവരുപയോഗിക്കുന്നുണ്ട്. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ലളിതമായ രീതിയിൽ അതിനെ അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. ഇതൊക്കെ ഗുരു ശിഷ്യൻ്റെ ചെവിയിൽ പരമരഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന വിദ്യകളാണ്. നിങ്ങൾ എത്ര വലിയ സ്തോത്രങ്ങൾ വായിച്ചാലോ അല്ലെങ്കിൽ എന്തൊക്കെ പാരായണം ചെയ്താലോ കിട്ടാത്ത ആ ഒരു ശക്തി ഈ മനസ്സിൽ ചിത്രം കണ്ട്
ഇങ്ങനെ ഈ വിദ്യ ചെയ്താൽ തന്നെ കൈവരും. സ്തോത്രം വായിക്കുന്നോ പാരായണം ചെയ്യുന്നോ ഒക്കെ അനുഗ്രഹം കിട്ടും, ഇല്ലെന്നല്ല പറഞ്ഞു. അതിനേക്കാൾ, കാരണം ഇത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ മനസ്സിൽ ചിത്രം സങ്കല്പിക്കുമ്പോൾ നമ്മളുടെ ശ്വാസവും പ്രാണനും ഒക്കെ ആ അകത്തേക്കും പുറത്തേക്കും എടുക്കുമ്പോഴെല്ലാം ഈ ഒരു ബോധത്തോടു കൂടിയാണ്. ആ ചിത്രം ഇപ്പം ശിവനാണെങ്കിൽ ശിവൻ എന്ന ബോധം അപ്പോൾ ഉണ്ടാകും. ആ ചിത്രം ഒരു ബോധമാണ് സൂചിപ്പിക്കുന്നത്. ആ ചിത്രം കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ബോധം ഉണ്ടാകും. ആ ബോധത്തോടു കൂടിയാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശ്വാസോച്ഛ്വാസവും എല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു ലളിതമായ വിദ്യ വശപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഏതൊരു പ്രാർത്ഥന ചെയ്താലും വഴിപാട് ചെയ്താലും ഫലം കിട്ടാൻ തുടങ്ങും. പറഞ്ഞാൽ മനസ്സിലായോ? എത്ര ഉപാസനകൾ ചെയ്താലും എത്തൊക്കെ ചെയ്താലും ഇങ്ങനെ ചില വിദ്യകളുണ്ട്. ഇതാരും ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല. ഞാനിത് പറഞ്ഞു തരുന്ന പരമേശ്വരൻ്റെ പൂർണ്ണ അനുഗ്രഹവും ഭഗവാന്റെ പൂർണ്ണ ഇതെല്ലാവർക്കും ലഭിക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. നമുക്കിത് പറഞ്ഞു തരാൻ ഭഗവാന്റെ ചില ഒരു മനക്കണ്ണിൽ ഭഗവാന്റെ ഒരു നിർദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അല്ല, ഇത് ഞാൻ പറയത്തില്ല. ഇതെല്ലാവരിലേക്ക് എത്തണം എന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏത് ഈശ്വരൻ്റെ വേണേലും ചിത്രം ഇതുപോലെ ചിന്തിക്കാം. അതുപോലെ ഏത് ഗുരുക്കന്മാരുടെയും ചിന്തിക്കാം. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങൾക്ക് പല ഗുണങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു ദേവനോ ദേവിയോ ആയിരിക്കണം. ഇപ്പം ഞാൻ ചിലരുടെ ഗ്രഹനില കൈരേഖ നോക്കിയിട്ട് ഇന്ന ദേവതയെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ആ ദേവതയുടെ ചിത്രം ചിന്തിച്ചാൽ മതി. ഇനി അല്ലാത്തവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങൾക്ക് ഗുണങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു ദേവതയുടെയോ ദേവൻ്റെയോ എങ്ങനെ വേണമെങ്കിലും ഒരു ദേവതയുടെയോ ദേവൻ്റെയോ ആയിരിക്കണം ചിത്രം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചാൽ മാത്രം മതി. പറഞ്ഞാൽ മനസ്സിലായോ? അതോടൊപ്പം നിങ്ങൾക്ക് രാവിലെ ചെയ്യുന്ന പ്രാർത്ഥനകൾ ചെയ്യാം, ക്ഷേത്രത്തിൽ പോകാം, വഴിപാട് ചെയ്യാനൊന്നും കുഴപ്പമില്ല. ഇത് കൂടുതൽ സമയം ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഈ വിദ്യ ചെയ്തോളുക. നിങ്ങളുടെ ദുഃഖങ്ങൾ അതോടുകൂടി തീരാൻ തുടങ്ങും. കൃത്യം ചെയ്ത് നോക്കിക്കോ, ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. അത് കറക്റ്റായിട്ട് ആ കറക്റ്റ് രീതിയിൽ ചെയ്താൽ നിങ്ങളുടെ ചിന്ത മാറും, നിങ്ങളുടെ മനസ്സ് മാറും, നിങ്ങൾക്ക് നല്ല ആ ഈശ്വര്യമായ ഒരു അനുഗ്രഹങ്ങൾ കിട്ടാൻ തുടങ്ങും. ഇത് ലക്ഷങ്ങൾ കൊടുത്താലും പറഞ്ഞു തരാത്ത കാര്യം പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കതിൻ്റെ വില മനസ്സിലാകുമോ എന്നെനിക്കറിയത്തില്ല. 1000 കൊല്ലം തപസ് ചെയ്താലും ചിലപ്പോൾ ഈ ഒരു വിദ്യ ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കണമെന്നില്ല. എനിക്ക് ആ ഭഗവാനിൽ തന്നെ ആ ധ്യാനാവസ്ഥയെ നേരിട്ട് കിട്ടിയ വിദ്യയാണത്. ഞാൻ അത്തരം ചില വിദ്യകൾ ചെയ്യുന്നുണ്ട്. ഞാനതിൻ്റെ ചില അത്ഭുതകരമായ അനുഭവങ്ങൾ എനിക്കുണ്ട്. ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. ഞാൻ എന്നെ തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്നിലേക്ക് സഞ്ചരിച്ചാൽ എത്തുന്ന മുഴുവൻ ആ അനാദിയായ ആ ശിവൻ്റെ ആ ഒരു കാര്യങ്ങളിൽ, ആ സങ്കല്പങ്ങളിലായിരിക്കും. കാരണം ഞാൻ ഭഗവാനെയാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ വിദ്യയാണ് ചെയ്യുന്നത്. എനിക്ക് വേറൊന്നുമില്ല, എല്ലാം ശിവമയം തന്നെയാണ്. അതോടൊപ്പം കൃഷ്ണനെയും എല്ലാം വിളിക്കുന്നുമുണ്ട്. കാരണം എല്ലാം ഒന്ന് തന്നെ, ആരോടും പാർഷ്യാലിറ്റി പാടില്ല കേട്ടോ. എങ്ങനെ ശിവനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ബഹുമാനിക്കുന്നു വിളിക്കുന്നു, അതുപോലെ തന്നെയാണ് കൃഷ്ണനെയൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട്. പക്ഷെ കൂടുതലും ശിവവിദ്യ ചെയ്യുന്നത് എല്ലാവരും ഒരുപോലെയാണ് കേട്ടോ. ഒരിക്കലും പക്ഷപാതം പാടില്ല, എല്ലാം ഒന്ന് തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ അറിവ്. പിന്നെ ഓരോരുത്തരും അവരുടേതായ രീതിയിലുള്ള ഉപാസനകൾ ചെയ്യുന്നതാണ്. ഇനിയും 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനൊരു ഹസ്തരേഖ രഹസ്യം പറഞ്ഞുതരാം, ആവശ്യമുള്ളവർ കാണട്ടെ. അപ്പം അതായത് ചിലർ ചോദിക്കാറുണ്ട്, ചിലർ പറയാറുണ്ട് ആ മന്ത്രം ചൊല്ലിയാൽ കുഴപ്പം, ഈ മന്ത്രം ചൊല്ലിയാൽ കുഴപ്പം. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ 100% വിശ്വാസത്തോടു കൂടി നിങ്ങൾക്കത് ഫലം കിട്ടുമെന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങൾക്ക് ഫലം കിട്ടും. ഇനി നിങ്ങൾക്ക് തോന്നുവാണ് ആ മന്ത്രം എനിക്ക് ഫലം കിട്ടത്തില്ല എന്ന് നിങ്ങളുടെ മനസ്സിലൊരു ഭയമുണ്ടെങ്കിൽ ഫലം കിട്ടത്തില്ല. നിങ്ങളുടെ മനസ്സിൽ ഒരു ഭയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സംശയമുണ്ടെങ്കിൽ അങ്ങനെ ചെല്ലുന്ന മന്ത്രങ്ങൾ ഫലം കിട്ടത്തില്ല. ഇത് രണ്ടും ശരിയാണ്. നിങ്ങൾ ഉറച്ച വിശ്വാസത്തോടെ ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു വഴിപാട് ചെയ്താൽ ഫലം കിട്ടുമെന്ന് ചിന്തിച്ചാൽ അത് കിട്ടിയിരിക്കും. അത് പൂർണ്ണ വിശ്വാസമായിരിക്കണം. മനസ്സിൽ ഒരു ചെറിയ തേക്കം പോലും വരരുത്, സംശയം പോലും വരരുത്. എന്നാൽ നിങ്ങൾ തന്നെ വിചാരിക്കുക, അതൊന്നും ചെയ്താൽ ഫലം കിട്ടത്തില്ല, അല്ലെങ്കിൽ ആ മന്ത്രം ചൊല്ലിയാൽ ഫലം കിട്ടത്തില്ല, അല്ലെങ്കിൽ മന്ത്രം ആരാണ്ട് പറഞ്ഞിട്ടുണ്ട്, ദോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചിന്ത മനസ്സിലുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫലം കിട്ടത്തില്ല. അത് ആരും ദോഷം അതൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ പ്രവർത്തനമാണത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സാധിക്കുമെന്ന് വിചാരിച്ചാൽ സാധിക്കും, നിങ്ങൾക്ക് സാധിക്കത്തില്ലെന്ന് വിചാരിച്ചാൽ സാധിക്കത്തില്ല. രണ്ടും ശരിയാണ്.
മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഇവരൊന്നും പറയുന്ന കേൾക്കാതെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന സ്വന്തം ബുദ്ധിക്ക് ചിന്തിച്ച് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് അനുഭവമുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? അതാണ് യഥാർത്ഥമായ ശരി. ഞാൻ സാക്ഷാൽ പരമശിവനിൽ നിന്നുള്ള ആ അനാദിയായിട്ടുള്ള അറിവുകളാണ് പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? ചിലർ എന്നോട് ചോദിക്കാറുണ്ട് നമശിവായ ജപിക്കാമോ? ഞാൻ പറഞ്ഞു മേലാൽ വാട്സപ്പിൽ എനിക്ക് ഇങ്ങനെ ചെയ്ത് ഞാൻ ബ്ലോക്ക് ചെയ്തോളാം. കാരണം ചിലരൊക്കെ ചിലപ്പം അങ്ങനെ ജപിക്കരുത്, ഇങ്ങനെ ജപിക്കരുത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഏറ്റവും നല്ല മന്ത്രമാണ് നമശിവായ. ആർക്കും ജപിക്കാവുന്ന മന്ത്രമാണ്. അവിടെ ഇവിടെ അവരിവരൊക്കെ പറയുന്നത് കേട്ടിട്ട് മണ്ടത്തരങ്ങൾ ഫോളോ ചെയ്യുന്നവരെല്ലാം അബദ്ധങ്ങളിൽ ചാടിയിട്ടേ ഉള്ളൂ. ഇപ്പം ഞാൻ ഒരാളുടെ ഒരു അനുഭവം പറയാം. ഒരാൾ എൻ്റെ അടുത്ത് വന്ന ഒരാളാണ്. അയാളുടെ കൂട്ടുകാരൻ അയാളോട് പറഞ്ഞു നമുക്ക് ഇന്ന ബിസിനസ് തുടങ്ങാം. ഞാൻ ഏത് ബിസിനസ്സാണെന്നും പറയുന്നില്ല. ഇദ്ദേഹം പോയി ലക്ഷങ്ങൾ ചിലവിട്ട് തുടങ്ങി. കൂട്ടുകാരനെ ഭയങ്കര വിശ്വാസമാണ്. അപ്പം ഇദ്ദേഹത്തിന് ഈ ബിസിനസ്സിനെ കുറിച്ച് യാതൊന്നും അറിയത്തില്ല. കൂട്ടുകാരൻ ഭയങ്കര ആത്മാർത്ഥമുള്ള ആളാണ്, നല്ല ആളാണ്, ഭയങ്കര വിശ്വാസമാണ്. എന്നാൽ കൂട്ടുകാരൻ്റെ ബിസിനസ്സിനെ കുറിച്ച് അറിയാവോ? അതുമില്ല. ലാസ്റ്റ് ഇത് എല്ലാം പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയിലാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഉറക്കം പോലും ഇല്ല. എന്നെ കണ്ടപ്പോൾ ഇത് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു എന്നെ ആദ്യം കണ്ടത് ഞാൻ പറഞ്ഞു ആ പണിക്ക് പോരുമെന്ന്. അതായത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞ മണ്ടത്തരത്തിൻ്റെ പുറകെ പോയിട്ട് അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുക. മണ്ടത്തരങ്ങളുടെ പുറകെ പോകുന്നവർക്കൊക്കെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകത്തില്ല. അത് സ്വയം മണ്ടത്തരം ചെയ്താലും തെറ്റായ കാര്യങ്ങളെ ഫോളോ ചെയ്താലും നമ്മളെപ്പോഴും സത്യസന്ധമായ ശരിയായ കാര്യങ്ങളെ നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ സ്വീകരിക്കുക. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ആ സത് ചിന്താഗതിയോടുകൂടി നിങ്ങൾക്ക് വിശ്വാസമുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുക. അത്രയേ ഉള്ളൂ. നമശിവായ ഏറ്റവും നല്ല മന്ത്രം, എല്ലാവർക്കും ജപിക്കാവുന്നതാണ്. അതൊക്കെ സംശയമായിട്ട് ചോദിക്കേണ്ട പോലും കാര്യമില്ല. എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം അത് ഇവിടുന്നൊക്കെ ആരെങ്കിലുമൊക്കെ എന്നാങ്കിലൊക്കെ പറയും. ആർക്കും എന്തും പറയാമല്ലോ. എന്നുവെച്ചാൽ ശരിയാകണമെന്നില്ലല്ലോ. നമുക്ക് 1000 കുടത്തിൻ്റെ ഭാവം മൂടിക്കെട്ടാം, പക്ഷേ മനുഷ്യൻ്റെ ഭാവം മൂടിക്കെട്ടാൻ പറ്റില്ല. പലതും പറയും. പക്ഷെ നമുക്ക് ബുദ്ധി ഈശ്വരൻ തന്നിട്ടുണ്ടല്ലോ. ആ ഭാഗമാണ് ഞാൻ പറയുന്നത്. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണം. നമുക്ക് ശരിയെന്ന് തോന്നിയാൽ സ്വീകരിക്കുക. നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ശരിയെന്ന് തോന്നിയാൽ അല്ലെ വിട്ട് കളഞ്ഞേക്കണം. അത്രയേ ഉള്ളൂ. അതൊക്കെയാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. പിന്നെ എന്നോട് വാട്സാപ്പിൽ ഒരാൾ ചോദിച്ചു, അതായത് പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ആശുപത്രിയിലാണ്, തീരെ വയ്യ, എന്ത് വഴിപാട് ചെയ്താൽ രക്ഷപ്പെടുമെന്നുള്ളത്. ചിലർ അസുഖമുണ്ട്, വഴിപാട് ചെയ്താൽ രക്ഷപ്പെടുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു മേലാൽ ഇങ്ങനെ ചോദിക്കരുത്. ഒരു അസുഖം വന്നാൽ ഡോക്ടറെ പോയി കാണണം. ഡോക്ടർ പറയുന്ന അനുസരിച്ച് മുന്നോട്ട് പോകണം. അതാണ് ചെയ്യേണ്ട കാര്യം. പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഒരു സമാധാനത്തിനും നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടും ഒരു വഴിപാടുകൾ ചെയ്യാൻ ഈശ്വരനെ പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അതിനും ഫലമുണ്ടാകും. പക്ഷേ ഏറ്റവും പ്രധാനം ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ്. ഇപ്പോൾ ഞാനെപ്പോഴും പറയും, ഒരു വണ്ടി കേടായാൽ ഉടനെ പോയി ജ്യോതിഷനെയാണ് വിളിച്ചുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ ഉടനെ പോയി ഒരു ആത്മീയ ആചാര്യനെയാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. മെക്കാനിക്കിനെ വിളിച്ചാലേ വണ്ടി ഓടത്തുള്ളൂ എന്ന് പറയുമല്ലോ. നിങ്ങളുടെ ശരീരമാകുന്ന ആ വാഹനം കേടാകുമ്പോൾ അത് നന്നാക്കുന്ന ഡോക്ടറെ വിളിക്കണ്ടേ, അല്ലാതെ ഒരു ജ്യോതിഷനോടോ അല്ല ഒരു ആത്മീയ ആചാര്യനോടോ ഒക്കെ ചോദിക്കുന്നെങ്കിൽ ആ ചോദിക്കുന്നവരുടെ അറിവില്ലായ്മയാണ്. പിന്നെ അവർ മറുപടി പറയുന്നുണ്ടെങ്കിൽ പറയുന്നവരുടെ അറിവില്ലായ്മയാണ്. തീർച്ചയായിട്ടും ആത്മീയമായ കാര്യങ്ങൾ അല്ല ജ്യോതിഷപരമായ കാര്യങ്ങൾ ഒരു ജ്യോതിഷനോടോ ആത്മീയ ആചാര്യനോട് ചോദിക്കണം. അത് ശരിയാണ്. പക്ഷെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലർ ആശുപത്രിയിൽ പോകാതെ വഴിപാട് വല്ലതും ചെയ്താൽ മാറുമോ എന്നൊക്കെ ഞാൻ പറഞ്ഞു, ഒരിക്കലുമല്ല. നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, ഡോക്ടറെ കാണുക, ഡോക്ടർ പറയുന്നത് അനുസരിക്കുക, അത് ചെയ്യുക, അത് കണ്ടിന്യൂ ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാം, നല്ല പരിപാടികൾ ചെയ്യുക, അതൊന്നും തെറ്റില്ല. പക്ഷെ പ്രധാനം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, സാറേ കുട്ടി ജനിച്ചു, ആ കുട്ടി ജനിച്ചതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ദോഷമുണ്ടോ എന്ന്. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചോദിക്കരുത് എന്നോട്. കാരണം അങ്ങനെ ഒരിക്കലും അത് ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ്. ഒരു കുട്ടി ജനിച്ചാൽ അച്ഛനും അമ്മയ്ക്കും ദോഷമുണ്ടോ? അതായത് ഓരോ വ്യക്തിയും അത് അറിവില്ലായ്മ കൊണ്ടാണ്. ഓരോ വ്യക്തിയും ഓരോ കർമ്മം അനുസരിച്ച് ഭൂമിയിൽ ജനിക്കുന്നത്. അപ്പോൾ ആ കുട്ടി ജനിച്ച ആ കുട്ടിയുടെ കർമ്മം അനുസരിച്ചാണ്. അച്ഛനും അമ്മയും ജനിക്കുന്നതും മരിക്കുന്നതും അവരുടെ കർമ്മം അനുസരിച്ചാണ്. പറഞ്ഞാൽ മനസ്സിലാവുന്നു.
അല്ലാതെ കുട്ടി ജനിച്ചുകൊണ്ടെന്ന് പറഞ്ഞ് അതിനോട് മോശമായിട്ട് പെരുമാറുക അത് ഏറ്റവും വലിയ തെറ്റാണ്. ഒരു കുട്ടി ജനിച്ചാൽ അത് ആ കുട്ടിയുടെ കർമ്മം അനുസരിച്ച്, അച്ഛനും അമ്മയും ജനിക്കുന്നതും മരിക്കുന്നതും അവരുടെ കർമ്മം അനുസരിച്ച്. അതിന് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അത് നമുക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു കുറ്റമാണ്. നമുക്കെന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ ഉടനെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തെ കുറ്റം പറയുക, അങ്ങനെ ഏതെങ്കിലും പഴി ചാരുക എന്നുള്ള രീതി പണ്ട് പോലെ ഉണ്ടാകും. ആ കാലമൊക്കെ മാറി. ഇത് പുതിയ നൂറ്റാണ്ടാണ്. ഇവിടെ ചിന്തിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യം കർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കണം. കർമ്മത്തെക്കുറിച്ച് അറിഞ്ഞാൽ ഇതൊന്നും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. കർമ്മം എന്താണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഓരോ വ്യക്തിയും ഭൂമിയിലോട്ട് വരുന്നത് അവൻ്റെ മുൻജന്മ കർമ്മങ്ങളനുസരിച്ചാണ്. അത് വേറൊരു വ്യക്തിയായിട്ടൊന്നും അതിന് ബന്ധമില്ല. ഒരു കുട്ടി ജനിച്ചാൽ അവൻ്റെ കർമ്മം അനുസരിച്ച് അവൻ ജനിക്കുന്നത്. അച്ഛനും അമ്മയും ജനിക്കുന്നതും മരിക്കുന്നതെല്ലാം അവരുടെ കർമ്മം അനുസരിച്ചാണ്. അതിന് വേറെ ആരും പഴിയാറേണ്ട കാര്യമൊന്നുമില്ല. മേലാൽ അത്തരം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു കാര്യം, നല്ല കാര്യങ്ങളിൽ വിശ്വസിക്കുക. ആര് പറഞ്ഞാലും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക. നല്ല കാര്യങ്ങൾ, മറ്റുള്ളതിനൊക്കെ വിട്ടുകളയുക. തെറ്റായ അറിവാണ് ഏറ്റവും വലിയ അപകടം. പിന്നെ മണ്ടത്തരങ്ങളുടെ പുറകെ പോകുന്നതാണ് അതിനേക്കാൾ വലിയ അപകടം. അപ്പം നമ്മൾ സത്യസന്ധമായ, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുക. നമുക്ക് വിദ്യാഭ്യാസം, ഇപ്പോൾ ആർക്കാണ് വിദ്യാഭ്യാസം ഇല്ലാത്തത്? എല്ലാവർക്കും പഠിപ്പ് അറിവൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ചിന്തിക്കണം. ആരെന്ത് പറഞ്ഞാലും എടാ ഇത് ശരിയാണോ, ഇങ്ങനെ അത് ശരിയാണോ, സ്വന്തം ബുദ്ധിക്ക് ചിന്തിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുക, ബോധ്യപ്പെടുക, എന്നിട്ട് ആ കാര്യം വിശ്വസിക്കുക. അല്ലാതെ ചുമ്മാ ആരെങ്കിലും എന്നെങ്കിലുമൊക്കെ പറയുന്നതിൻ്റെ പുറകെ പോകുന്നവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അവിടെയൊന്നും ജീവിതാന്ത്യം നല്ലതുമായിട്ടില്ല. അപ്പം നല്ല കാര്യങ്ങളെ എപ്പോഴും ഫോളോ ചെയ്യുക. ഞാനെന്നല്ല, എല്ലാവരും നല്ല കാര്യങ്ങൾ പറയുന്നവരുണ്ട്. അതെല്ലാവരും നല്ല കാര്യങ്ങൾ പറയുന്നത് ആരുടെയും നിങ്ങൾക്ക് കേൾക്കാം. അത് ആരുമായിക്കൊള്ളട്ടെ. ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും നല്ലത് പറഞ്ഞു തന്നാൽ അത് സ്വീകരിക്കുക. അപ്പോഴേ ഇതൊക്കെ എൻ്റെ ഒരു അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എൻ്റെ സത്യസന്ധമായ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളുമാണ് പറഞ്ഞത് കേട്ടോ. ഇനി ഒരു ഹസ്തരേഖ രഹസ്യം കൂടെ പറഞ്ഞിട്ട് നിർത്തിയേക്കാം. അതായത് ഇത് കണ്ടോ, ഇത് പുരുഷന്മാർക്ക് വലത് കൈ കൊണ്ടും സ്ത്രീകൾക്ക് ഇടത് കൈ കൊണ്ടും ചിന്തിച്ചു കൊള്ളണം. ഇത് ആയുർരേഖയാണ്, ഇത് ബുദ്ധിരേഖ, ഇത് ഹൃദയരേഖ. അപ്പോൾ ഈ ചൂണ്ടുവരലിന് താഴെ ഈ ഭാഗമാണ് വ്യാഴമണ്ഡലം. അപ്പോൾ ഈ വ്യാഴമണ്ഡലത്തിന് താഴെ ആയുർരേഖയും ബുദ്ധിരേഖയും ചേർന്ന് കാണുന്നു. ഈ രേഖ തമ്മിൽ കുറേ ചെറിയ രേഖകളാൽ കണക്റ്റ് ചെയ്യപ്പെടുന്നു. ചന്നം ചിഹ്നം കുറേ രേഖകളുണ്ട്. ഈ ഭാഗം കണ്ടോ, ചൂണ്ടുവരലിന് താഴെ ആയുർരേഖയും ബുദ്ധിരേഖയും കുറേ ചന്നം ചിഹ്ന രേഖകൾ കൊണ്ട് ഇങ്ങനെ ഈ ചിഹ്നിച്ചെതറി കാണുന്നു. കണ്ടല്ലോ, ഈ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തി എന്തു ചെയ്താലും രക്ഷപ്പെടണമെങ്കിൽ കൃഷ്ണന് ചില കാര്യങ്ങൾ ചെയ്യണം. അത് 10ാമത്തെ വയസ്സാണേലും കൊള്ളാം, 66കാരനാണേലും കൊള്ളാം, 72കാരനാണേലും കൊള്ളാം. ജീവിതം ശരിയായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ കൃഷ്ണന് ചില കാര്യങ്ങൾ ചെയ്യണം. അതായത് ഇപ്പോൾ 72കാരനാണേലും കൊള്ളാം, 62കാരനാണേലും കൊള്ളാം, അവൻ്റെ ജീവിതം അനുഭവിക്കുന്നില്ലെങ്കിൽ ജീവിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. അവൻ്റെ ജീവിതം സന്തോഷത്തോടെ, അല്ലെ അവൻ്റെ കയ്യിലുള്ള ആ ധനമുണ്ടെങ്കിലും ആ ധനം സന്തോഷത്തോടെ അനുഭവിക്കുന്നില്ലെങ്കിൽ ജീവിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ശരിക്കും ജീവിതം അനുഭവിച്ച് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ കൃഷ്ണന് ചില കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം ഈ രേഖയുള്ളവർക്ക് പലപ്പോഴും അലച്ചില്, കഷ്ടപ്പാട്, ക്ലേശം, മനസ്സിന് ചഞ്ചലത, ഏത് കാര്യവും നാളെ നീളെ എന്ന് ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ തടസ്സം. ഒരു കാര്യം ചെയ്യുമ്പോൾ തോന്നും വേറൊരു കാര്യമാണ് ശരിയെന്ന്. അത് ചെയ്യാൻ പോകുമ്പോൾ തോന്നും വേറൊരു കാര്യമാണ് ശരിയെന്ന്. അത് ചെയ്യാൻ പോകുമ്പോൾ തോന്നും വേറൊരു കാര്യമാണ് ശരിയെന്ന്. ഇങ്ങനെ പല കാര്യങ്ങളും പുറകെ പോകും, അവസാനം ഒന്നും നടക്കത്തുമില്ല. ഇങ്ങനെയുള്ള രേഖയുള്ളവരുടെ ഫലമാണ് പറഞ്ഞത്. ഇവർക്ക് എല്ലാത്തിനും സംശയമായിരിക്കും. പിന്നെ കാര്യമുള്ള കാര്യത്തിലോട്ട് വിശ്വാസവും കാണത്തില്ല. അങ്ങനെ ചിലരുണ്ട്. നല്ല കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, പക്ഷേ ഒരു പൊട്ടത്തരം പറഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ പുറകെ പോകും. അങ്ങനെയുള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉള്ളവർ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ ഇവർ അത് ഇഗ്നോർ ചെയ്യും. എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അത് ശ്രദ്ധിക്കത്തില്ല. വല്ല പൊട്ടത്തരങ്ങളൊക്കെ എവിടെയെങ്കിലും കാണുമ്പോൾ അതിൻ്റെ പുറകെ പോകും.
ലാസ്റ്റ് പണവും പോയി പൈസയും പോയി എല്ലാം പോയി കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ വിഷമിച്ച് അതും പറഞ്ഞുകൊണ്ട് നടക്കും. അതൊരു രസമാണ്. എനിക്ക് ഇന്നടത്ത് പോയി ഇത്ര രൂപ പോയി അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യുന്നവരുണ്ട്. അതൊരു വലിയ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊന്നും പോയി ചാടത്തില്ല. അവർക്ക് കൃഷ്ണന് മലയാള മാസം 1-ാം തീയതി കൃഷ്ണക്ഷേത്രത്തിൽ പോകണം. ഈ 1-ാം തീയതി വഴിപാട് ചെയ്യുന്നതിനകത്ത് കാര്യമുണ്ട് കേട്ടോ. 1-ാം തീയതി വഴിപാട് ചെയ്യുന്നതിനകത്ത് ഞാൻ പലരോടും പണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം പലർക്കും എനിക്ക് പറഞ്ഞു തന്നത് ആരും എനിക്ക് ശരിയായിട്ടുള്ള മറുപടി പറഞ്ഞു തന്നിട്ടില്ല. 1-ാം തീയതി പോകുന്ന 1-ാം തീയതി നല്ലതാണ്. പക്ഷേ ഞാൻ അതിനുള്ള ഉത്തരം സ്വയം കണ്ടെത്തി. 1-ാം തീയതി എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൻ്റെ ആരംഭമാണ്. അപ്പം പുതിയൊരു തുടക്കം എന്ന് പറയുമ്പോൾ മനസ്സിനും പുതിയൊരു തുടക്കമാണ്. കാരണം നമ്മുടെ മനസ്സിലും ആ ചിന്തയുണ്ട്, മാസം തുടങ്ങണം. ആ പുതിയൊരു തുടക്കം എന്ന് പറയുമ്പോൾ പുതിയ അനുഭവങ്ങളാണ് സബ് മൈൻഡിലേക്ക് എപ്പോഴും പോകുന്നത്. നമ്മളിപ്പോൾ ഒരു പുതിയ കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളെപ്പോഴും എന്തുകൊണ്ടാണ് പുതിയ സിനിമ കാണാൻ പോകുന്നത്? അത് പുതിയൊരു അനുഭവം തരുന്നതുകൊണ്ടാണ്. ആ പുതിയ അനുഭവങ്ങളുടെ പുറകെയാണ് മനസ്സെപ്പോഴും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഈ ഗെയിമുകൾ ആളുകൾ കൂടുതൽ, ഇപ്പം ക്രിക്കറ്റ് ആയിക്കോട്ടെ ഫുട്ബോൾ ആയിക്കോട്ടെ, ഗെയിമുകളുടെ പുറകെ ആളുകൾ പോകാൻ കാര്യം ഓരോ ഗെയിമും പുതിയ അനുഭവം ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ പുതിയ അനുഭവങ്ങളുടെ പുറകെയാണ് മനസ്സ് പോകുന്നത്. അപ്പം മലയാള മാസം 1-ാം തീയതി എന്ന് പറയുമ്പോൾ അത് പുതിയൊരു തുടക്കം. അപ്പം നമ്മുടെ മനസ്സിൽ ഇത് പുതിയൊരു അനുഭവമായിരിക്കും. കഴിഞ്ഞ മാസം മോശമായിരുന്നു, അപ്പോൾ ഇനി ഈ മാസം പുതിയൊരു തുടക്കം, അത് പുതിയൊരു അനുഭവമായിരിക്കും എന്നൊരു ചിന്ത അല്ലെങ്കിൽ ബോധം നമ്മുടെ മനസ്സിലുണ്ട്. അത് പ്രയോജനപ്പെടുത്താനാണ് 1-ാം തീയതി പോകണമെന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മളൊരു പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് പോയാൽ ആ ഒരു പുതുമ നമ്മളുടെ ശരീരത്തിലുണ്ടാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിരിക്കും. നമ്മളെ കാണുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആകുന്നത്. പിന്നെ അപ്പം പുതുവസ്ത്രം സാധിക്കുന്നവർ പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് പോകണം. പിന്നെ അന്ന് പോയി കൃഷ്ണനൊരു പാൽപ്പായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി. പാൽപ്പായസം ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ്. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എന്തിനാണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയാം, ഭാഗ്യം കിട്ടാൻ വേണ്ടി അല്ലേ. ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കും ആ ഉള്ളിൽ ആ ചിന്തയുണ്ട്, എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടും, ഭാഗ്യം വർദ്ധിക്കും. അപ്പോൾ അത് മലയാള മാസം 1-ാം തീയതി ചെയ്താൽ വളരെ മാറ്റം വരും. ഇതെല്ലാത്തിനും മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നിങ്ങളുടെ മനസ്സിലേക്കൊരു ചിന്ത വരുമ്പോൾ, മനസ്സിലേക്കൊരു വിശ്വാസം വരുമ്പോൾ മാത്രമേ നിങ്ങൾ മാറത്തുള്ളൂ. അല്ലാതെ വെളിയിൽ എന്തൊക്കെ കാര്യങ്ങൾ കേട്ടാലും ആരൊക്കെ എന്തൊക്കെ പ്രഭാഷണം ചെയ്താലും നിങ്ങൾ മാറാൻ പോകുന്നില്ല. നിങ്ങളുടെ മനസ്സിലൊരു ചേഞ്ച് വരണം, നിങ്ങളുടെ ഉള്ളിലൊരു ചേഞ്ച് വരണം, നിങ്ങളുടെ ഉള്ളിലൊരു ചിന്ത വരണം, നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറണമെന്നുള്ളൊരു ഫീലിംഗ് വരണം, നിങ്ങളുടെ ഉള്ളിൽ പുതിയ ആ ചിന്തകൾ വരണം. അപ്പോഴേ നിങ്ങൾ മാറത്തുള്ളൂ. അല്ലാതെ ഒന്നും എവിടെ പ്രഭാഷണം കേട്ടാലും എവിടെയൊക്കെ പോയാലും അതൊക്കെ നമുക്ക് ഒരു താൽക്കാലികമായൊരു മാറ്റങ്ങൾ തരും. ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ചേഞ്ച് വരണം. അതിനുള്ള ഒരു രഹസ്യവിദ്യയാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞു തന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്, എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞത്, ഞാൻ കണ്ട ജീവിതങ്ങളാണ് പറഞ്ഞത്, ഞാൻ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്ത് മാറിയ ജീവിതങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമുണ്ടേ നിങ്ങൾ സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയുക. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കും ഉണ്ട്. ഞാൻ ആരുടെയും സ്വാതന്ത്ര്യത്തിൽ ഇടപെടാറില്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ അത് ഈശ്വരനാണ്. എൻ്റെ സ്വാതന്ത്ര്യം ഈശ്വരനാണ്. എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ സ്വീകരിക്കാം, അല്ലെ തള്ളിക്കളയാമെന്നുള്ളതാണ്. നമ്മളേറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയുമോ? ഒരു വ്യക്തിയെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയോട് സ്നേഹമുണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ പേര് ചേർത്ത് വിളിക്കണം. അത് ആ വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ചിലരുണ്ട് പേര് ചേർത്തില്ല, ചിലപ്പോൾ ഇരട്ടപ്പേരായിരിക്കും, ചിലപ്പോൾ വേറെ പേരായിരിക്കും. ആ വ്യക്തിയുടെ പേര് ചേർത്ത് വിളിക്കുന്നതാണ് ആ വ്യക്തിയോട് ചെയ്യാതെ ഏറ്റവും വലിയൊരു ബഹുമാനം. 2, ഒരു വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യങ്ങൾ ഇടപെടാതിരിക്കുക. ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യങ്ങളെ നിങ്ങൾ ബഹുമാനിക്കുക. ഇപ്പോൾ ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ സ്വാതന്ത്ര്യങ്ങളെ, എന്നുവെച്ചാൽ നല്ല കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ, നല്ല കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ സ്വാതന്ത്ര്യങ്ങൾ ഇടപെടാതിരിക്കുക. ഭർത്താവുടെ ഭാര്യയുടെ സ്വാതന്ത്ര്യങ്ങൾ ഇടപെടാതിരിക്കുക. മക്കൾക്ക് അവരുടെ സ്വാതന്ത്ര്യങ്ങളുണ്ട്, അതിലിടപെടാതിരിക്കുക. അതാണ് അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ പ്രാർത്ഥന അതാണ്. അവരുടെ സ്വാതന്ത്ര്യം ഈശ്വരനാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യം ഈശ്വരനാണ്. അതിനെ ബഹുമാനിക്കുക. ഇപ്പം നമ്മളിപ്പം സിനിമ കണ്ട് ഇങ്ങനെ ആയിപ്പോയി. പലരുടെയും വിചാരം ഒരു പെൺകുട്ടിയെ കണ്ട് വഴിയിൽ തടഞ്ഞു നിർത്തി ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എല്ലാം ആയെന്നാണ്. ചിലപ്പം പെൺകുട്ടിയും ഒരു റിലേഷൻ ആഗ്രഹിക്കുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് സെറ്റായി പ്രേമമായി, അതൊക്കെ വലിയ കാര്യമാണെന്ന വിചാരം. അതൊക്കെ മോശമാണെന്നല്ല പറഞ്ഞത്. ഇതിനകത്തൊക്കെ ഒരു കാര്യം, യഥാർത്ഥ സ്നേഹം ഒരു പെൺകുട്ടിയെ വഴി തടഞ്ഞു നിർത്തി സ്നേഹമാണെന്ന് പറയുന്നതിലല്ല, അവരുടെ സ്വാതന്ത്ര്യങ്ങളിൽ ഇടപെടുന്നല്ല. അവരുടെ സ്വാതന്ത്ര്യങ്ങളിൽ ഇടപെടാതെ അവരുടെ മനസ്സിൽ കയറി കൂടുന്നതാണ് യഥാർത്ഥ സ്നേഹം.
അതാണ് യഥാർത്ഥ ഈശ്വരീയമായ ആ ആ സത്യസന്ധമായ സ്നേഹം എന്ന് പറയുന്നത്. ബാക്കി എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ്. ഇപ്പം ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ ആ ഭാര്യ പെരുമാറാവുള്ളൂ, അല്ലെ ഭർത്താവ് പെരുമാറാവുള്ളൂ, അതിൻ്റെ സ്വാർത്ഥതയാണ്. അത് സ്നേഹമെന്ന് പറയാൻ പറ്റത്തില്ല. അതെങ്ങനെയാണ് സ്നേഹമാകുന്നത്? അപ്പോൾ ആ ഒരു ഈശ്വരീയമായ ഒരു സ്നേഹം ഉണ്ടാകണമെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കണം, ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കണം, പിന്നെ ഭാര്യയും ഭർത്താവും കുട്ടികളുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ആ ഈശ്വരാനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അല്ലാതെ സ്നേഹമാണെന്ന് പറഞ്ഞ് ചുമ്മാ പിള്ളേരെന്തെങ്കിലും ചെയ്താൽ നല്ല കാര്യങ്ങളുടെ കാര്യമാണ്, നല്ലതല്ലാത്ത കാര്യങ്ങളെ ഉപദേശിക്കേണ്ട കാര്യങ്ങളെ ഉപദേശിക്കുക തന്നെ വേണം കേട്ടോ. അത് എൻ്റെ അകത്ത് അത് തന്നെ വേണം. നല്ലതല്ലാതെ കാണുന്ന കാര്യങ്ങളെ നമ്മൾ ഉപദേശിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഇപ്പം പിള്ളേരെ എന്തെങ്കിലും ചെയ്തു, പക്ഷേ നല്ല കാര്യമാണ് നമുക്കിഷ്ടമല്ലെന്ന് കരുതി പിള്ളേരെ തെല്ലാം ചെല്ലുക, ഇതൊക്കെ എന്നിട്ട് സ്നേഹമാണെന്ന് പറയുക, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അതൊരു ഈശ്വരീയമായ സ്നേഹമെന്ന് വെച്ചാൽ അത് സത്യസന്ധമാണ്. അതാർക്കും ദോഷം ചെയ്യുന്നതല്ല, അതെല്ലാവർക്കും ഗുണമേ ചെയ്യത്തുള്ളൂ. സത്യസന്ധമായ സ്നേഹം, അതിന് ഈശ്വരബോധം ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ പ്രപഞ്ചത്തോട് മുഴുവൻ എല്ലാവരോടും ആ സത്യസന്ധമായ ഒരു സ്നേഹം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഈശ്വരീയമായ അനുഗ്രഹവും ഈശ്വരീയമായ സ്നേഹവും എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം കൃഷ്ണായ നമഃ. ശുഭോഹം.